നമ്മുടെ സാംസ്കാരിക ലോകമാകമാനം ഞെട്ടിത്തരിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങുന്ന അവസ്ഥയിലാണ്. കാരണം എന്താ വെച്ചാൽ, കവി സച്ചിദാനന്ദൻ ഇടതുപക്ഷ സർക്കാരിനെ തള്ളിപ്പറഞ്ഞതിന് തൊട്ട് പിന്നാലെ ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അധ്യക്ഷനായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ പ്രേംകുമാർ, അദ്ദേഹത്തിന് വലിയ നീതി നിഷേധമാണ് നേരിടേണ്ടി വന്നതെന്നും ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചുകൊണ്ടാണ് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടത്. അതിന് പ്രതികാരം ചെയ്യാനായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. പ്രേംകുമാറിന് പിന്നാലെ സുപ്രസിദ്ധ നടൻ ജയൻ ചേർത്തല, അദ്ദേഹം ഇടതുപക്ഷവുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിച്ച് കോൺഗ്രസ്സിൽ ചേരാനായിട്ട് ഒരുങ്ങുകയാണ്. ചുരുക്കി പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാംസ്കാരിക കുപ്പത്തൊട്ടിയായിട്ട് UDF മാറാൻ പോവുകയാണ്. ബൈബിളിലൊരു വചനമുണ്ട്, അത്തിച്ചിലകൾ തളർക്കുകയും പ്രാവുകൾ കരയുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇവിടെ കേരളത്തിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെ വലിയൊരു വികാരമുണ്ടെന്നും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിലേറാൻ പോകുന്നത് എന്നും സാംസ്കാരിക നായകന്മാർക്ക് മാത്രമല്ല സിനിമാകാരന്മാർക്ക് വരെ മനസ്സിലായി എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. സച്ചിദാനന്ദനൊക്കെ മുമ്പേ പറക്കുന്ന ഒന്നാമത്തെ പക്ഷിയാണ്. പിന്നെ ജയൻ ചേർത്തലെ പോലെ പ്രേംകുമാറിനെ പോലുള്ള വലിയ നടികർ തിലകങ്ങൾ, ഇവർ സിനിമയിലൊന്നും വലിയ താരങ്ങളൊന്നുമല്ല. ഇടതുപക്ഷ പാർട്ടികളുടെ പുറകെ നടന്നുകൊണ്ടാണ് എന്തെങ്കിലും ഈ ചക്കത്തുണ്ടൊക്കെ ഇവർക്ക് കിട്ടിയത്. പ്രേംകുമാർ ഇപ്പോൾ പറയുന്ന പുള്ളി ആയുഷ്കാല കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സിൽ ജനിച്ച്, കോൺഗ്രസ്സിൽ സ്നാനപ്പെട്ട്, കോൺഗ്രസ്സിൽ നിന്ന് ആദ്യ കുർബാന കൈക്കൂട്ട്, കോൺഗ്രസ്സുകാരനായിട്ട് പെണ്ണ് കെട്ടി കോൺഗ്രസ്സുകാരനായി ജീവിച്ചിരുന്ന താൻ എങ്ങനെയോ അബദ്ധവശാൽ ഇടതുപക്ഷക്കാരുടെ റഡാറിൽപ്പെടുകയും പിന്നെ P. കൃഷ്ണപിള്ളയായിട്ട് അഭിനയിച്ച ആൾ എന്ന പരിഗണന ഉപയോഗിച്ച് അദ്ദേഹത്തെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് നിയമിച്ചു. പിന്നെ പ്രസിഡന്റ് രാജിവെച്ച് പോയപ്പോൾ ഇദ്ദേഹത്തെ ആക്ടിംഗ് പ്രസിഡൻ്റാക്കി. അങ്ങനെ വന്ന ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ പണ്ടും കോൺഗ്രസ്സാണ്, ഇപ്പോഴും കോൺഗ്രസ്സാണ്, ഇനിയും കോൺഗ്രസ്സായിട്ട് തന്നെ തുടരും, എൻ്റെ ജീവിതമേ കോൺഗ്രസ്സിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒന്നാണ് എന്നാണ്. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇത് കേട്ട് ആകമാനം ഹർഷപുളകിതരായി, രോമാഞ്ച കഞ്ചുകിതരായി. ഇദ്ദേഹത്തെ പോലെ പ്രഗത്ഭനായ ഒരു നടനെ നമ്മുടെ പാർട്ടിയിലേക്ക് കിട്ടിയത് വലിയ ഭാഗ്യങ്ങൾ തന്നെ എന്ന രീതിയിൽ ഈ വെള്ളയും കരിമ്പടവും വിരിച്ച് മൂപ്പിലാന്ന് സ്വീകരിക്കാൻ പോവുകയാണ്. വെറുതെ സ്വീകരിക്കുകയല്ല, പുള്ളിയെ കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നു. കൈപ്പത്തി ചിഹ്നത്തിൽ സഖാവല്ല, മുൻ സഖാവ് പ്രേംകുമാർ മത്സരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. കഴക്കൂട്ടത്ത് നിൽക്കാനായിട്ട് യോഗ്യന്മാരായ കോൺഗ്രസ്സുകാരും ഇല്ലാത്തതുകൊണ്ടല്ല, ഇദ്ദേഹത്തെ പോലൊരു നടികർ തിലകം പാർട്ടിയിലേക്ക് വന്ന സ്ഥിതിക്ക് പുള്ളിയെ മത്സരിപ്പിച്ച് കളയാം എന്ന് കോൺഗ്രസ്സുകാർക്ക് തോന്നി. അവിടെ ആയിരുന്നാലും ജയിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് വേറെ കാര്യം. കാരണം കഴിഞ്ഞ തവണ അവിടെ ഡോക്ടർ SS ലാൽ എന്ന് പറഞ്ഞ മഹാപണ്ഡിതനാണ് മത്സരിച്ചത്. അതേ 3ാം സ്ഥാനത്തായിപ്പോയി. കടകംപള്ളി സുരേന്ദ്രൻ 1ാം സ്ഥാനത്തും കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരൻ 2ാം സ്ഥാനത്തും വന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അവിടെ കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തവണ അവിടെ മത്സരിച്ച് തോക്കാനായിട്ട് ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാണ്ടെ വരുന്നടേ ആരി, നമ്മുടെ പ്രേംകുമാർ എന്നെല്ലാവനെ പിടിച്ച് പണി കൊടുത്തുകളെ എന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർക്ക് തോന്നി. ഏതായാലും പ്രേംകുമാർ മത്സരിക്കുന്നത് വളരെ നല്ലത് തന്നെ. ജയൻ ചേർത്തലയ്ക്കും ആലപ്പുഴ ഭാഗത്ത് ജയിക്കാൻ പറ്റാത്ത ഏതെങ്കിലും സീറ്റ് കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ച് കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആലപ്പുഴ ജില്ലയിൽ ഇങ്ങനെ കാക്ക കൊത്താത്ത അല്ലെങ്കിൽ ആട് കടിക്കാത്ത സീറ്റുകൾ കുറച്ചധികങ്ങളുണ്ട്. അവിടെ എല്ലാവരെയും ഫിറ്റ് ചെയ്യാം. മുമ്പ് പ്രമുഖ ഹാസ്യ നടനായ നമ്മുടെ ജഗദീഷ് പത്തനാപുരം മണ്ഡലത്തിൽ KB ഗണേഷ് കുമാറിനെതിരായിട്ട് മത്സരിച്ചു. ഗണേഷ് സിനിമാ നടനാണ്, ജഗദീഷ് സിനിമാ നടനാണ്. എന്നാൽ ഒരു സിനിമാ നടനെ പൂട്ടാൻ വേറൊരു സിനിമാ നടൻ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, ഈ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞവൻ നമ്മുടെ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ മകനാണ്. ആനയുള്ള തറവാട്ടുകാരനാണ്, യോഗ്യനാണ്, കുടുംബക്കാരനാണ്, NSSൻ്റെ അനിഷേധ്യ നേതാവാണ്. ജഗദീഷ് സിനിമാ നടനൊക്കെ, പക്ഷേ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ മകനല്ല, വീട്ടിൽ ആനയുമില്ല. അതുകൊണ്ട് പത്തനാപുരത്തുകാർ ഗണേഷ് കുമാറിനെ വീണ്ടും വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു. ഗണേഷ് കുമാർ നമ്മുടെ ജഗദീഷ് പൊട്ടിക്കരഞ്ഞു. ഇങ്ങനെയുള്ള പല തമാശകളും അരങ്ങേറിയതാണ്. പിന്നെ കഴിഞ്ഞ തവണ ധർമ്മജൻ ബോൾഗാട്ടി എന്ന് പറഞ്ഞ് ഈ കൊച്ചിക്കാരനായ ഒരു നടനെ കോൺഗ്രസ്സുകാർ കുളിപ്പിച്ച് കതറുപ്പായൊക്കെ ഇടിച്ച് അങ്ങ് ബാലുശ്ശേരിയിലോ കൊയിലാണ്ടിലോ അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതോ സ്ഥലത്തോ കൊണ്ടുപോയി മത്സരിപ്പിച്ചു.
ധർമ്മജൻ പോകുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാണ്, ധർമ്മജ പാർട്ടി കോൺഗ്രസ്സാണ്, സംഗതി വളരെ സങ്കടമാകും എന്ന് പറഞ്ഞു. ധർമ്മജൻ അങ്ങോട്ട് പോയപ്പോൾ അത് മനസ്സിലായില്ല, ഇങ്ങോട്ട് വന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കോൺഗ്രസ്സുകാരെ എന്താണ് ഏർപ്പാട്, എന്താണ് അവിടുത്തെ സെറ്റപ്പ് എന്നും മനസ്സിലായി. ധർമ്മജൻ തോറ്റുപോയി എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ രമേഷ് പിഷാരടി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെയും കോൺഗ്രസ്സുകാർ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ലവനെ തൃപ്പൂണിത്തുറയിൽ നിർത്തി തോപ്പിച്ച് കളയാമെന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ ഉള്ളിൽ. ഈ കോൺഗ്രസ്സുകാരന്മാരുടെ വാക്ക് കേട്ട് പാർട്ടിയിൽ ചേരുന്നതിന് കുഴപ്പമില്ല, ചലച്ചിത്ര അക്കാദമിയിലോ സംഗീതാട അക്കാദമിയിലോ ലളിതകലാ അക്കാദമിയിലോ പ്രസ് അക്കാദമിയിലായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു കസേര കരസ്ഥമാക്കുന്നതിലും തെറ്റില്ല. പക്ഷേ യവന്മാരുടെ വാക്ക് കേട്ട് കോൺഗ്രസ്സിൽ ചേർന്ന് ഈ കൈപ്പറ്റ അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച് ഇനി MLA ആയി കളയാമെന്നാണ് പാവം പ്രേംകുമാർ വിചാരിച്ചിട്ടില്ലെങ്കിൽ സംഗതികൾ വലിയ കുഴപ്പത്തിൽ ചെന്ന് അവസാനിക്കും. അപ്പോൾ ഇത്രയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് അതിൻ്റെ ശരിയായ സ്പിരിറ്റിൽ എടുക്കും എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് വിട്ടുകൊടുക്കുന്നു. ആമേൻ.